നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാർ തുടർച്ചയായ മൂന്നാം വർഷവും വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇരുട്ടടിയാവുകയാണ് പിണറായി സർക്കാരിന്റെ നിലപാട്. കഴിഞ്ഞ വർഷം 20 പൈസയും അതിനു മുൻപുള്ള വർഷം 25 പൈസയും വർദ്ധിപ്പിച്ചിരുന്നു. ഒരു സർക്കാർ തുടർച്ചയായി 3 വർഷവും വൈദ്യുതി നിരക്ക് കൂട്ടുന്നത് ചരിത്രത്തിൽ ഇത് ആദ്യമായാണ്. ഒരു യൂണിറ്റിന് ഈ വർഷം 16 പൈസയും അടുത്ത വർഷം 12 പൈസയും കൂടും. 2026-27 നിരക്ക് പ്രഖ്യാപിച്ചിട്ടില്ല. 2.3% ശരാശരി വർധന. ഡിസംബർ 5 മുതലാണ് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നത്. കാർഷിക വൈദ്യുതി നിരക്ക് നിലവിലെ 2.5 രൂപ 2.35 ആകും. അടുത്ത വർഷം വീണ്ടും 5 പൈസ കൂടും. വ്യവസായങ്ങൾക്ക് 2% നിരക്ക് വർദ്ധിപ്പിക്കും. അതായത് അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോൾ 28 പൈസ കൂടും. അതുകൊണ്ട് തന്നെ വലിയ നിരക്ക് വർധനവാണ് അടുത്ത സാമ്പത്തിക വർഷം പ്രതിഫലിക്കുക. 1.5 ലക്ഷത്തോളം ചെറുകിട വ്യവസായികൾക്ക് പകൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് 10% കിഴിവ് നൽകും. വീടുകളിൽ മാസം 250 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ നിന്ന് രാത്രിയും പകലും വ്യത്യസ്ത നിരക്കും വാങ്ങും. ഈ നിരക്ക് KSEB നിശ്ചയിക്കും. ജനുവരി മുതൽ മെയ് വരെ വേനൽക്കാല നിരക്കായി യൂണിറ്റിന് 10 പൈസ വീതം അധികം വാങ്ങണമെന്ന KSEBയുടെ ആവശ്യം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചില്ല. മീറ്റർ വാടക ഇത്തവണ കൂട്ടിയില്ല. ആവശ്യപ്പെടുന്നവർക്ക് പ്രതിമാസ ബില്ലും നൽകും. KSEB ആവശ്യപ്പെട്ടതിന്റെ പകുതിയിൽ താഴെയാണ് റെഗുലേറ്ററി കമ്മീഷൻ കൂട്ടാൻ ഉത്തരവിട്ടത്. ജനുവരി മുതൽ മെയ് വരെ 5 മാസത്തേക്ക് വേനൽക്കാല നിരക്കായി 10 പൈസ KSEB അധികം ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല. ചെറുകിട വ്യവസായങ്ങൾക്ക് 5 പൈസ വീതം 2 വർഷം കൂടും. വൻകിട വ്യവസായങ്ങൾക്ക് ഈ വർഷം 10 പൈസയും അടുത്ത വർഷം 5 പൈസയും കൂടും. വീടുകളിൽ വിവിധ സ്ലാബുകളിലെ വർധന 15 പൈസ മുതൽ 25 പൈസ വരെയാണ്. വീടുകളിൽ വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നൽകേണ്ട ഫിക്സഡ് ചാർജ് 2 വർഷത്തേക്കും 5 മുതൽ 30 രൂപ വരെ കൂട്ടി. ഇത് ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങൾക്ക് കൂടില്ല. പെട്ടിക്കടകൾക്ക് 5 പൈസ കൂടും. ഈ വർഷത്തെ നിരക്കുകൾ 2025 മാർച്ച് 31 വരെയാണ് ബാധകം. അടുത്ത വർഷത്തെ നിരക്കുകൾ 2027 മാർച്ച് 31 വരെ തുടരും. ഇതോടൊപ്പം കാലാകാലമുള്ള സർചാർജ് നൽകേണ്ടി വരും. ഡിസംബറിൽ ഇത് യൂണിറ്റിന് 15 പൈസയാണ്. മീറ്റർ വാടക കൂട്ടില്ല. സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നവരുടെ നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല. ഉൽപ്പാദകർ രാത്രിയിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി നിരക്ക് കൂടിയ നിരക്ക് കണക്കാക്കണമെന്ന ആവശ്യവും തള്ളി. വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഡിമാൻഡ് ചാർജ് ഒഴിവാക്കിയിട്ടുണ്ട്. ചാർജിംഗ് നിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ചതാണിത്. വീടുകളിലെ വൈദ്യുതി ബില്ലിൽ 2 മാസത്തിൽ ഒരിക്കൽ ഏകദേശം 14 രൂപ മുതൽ 300 വരെ വർധനയുണ്ടാകും. എന്നാൽ കാലാകാലം അനുവദിക്കുന്ന സർചാർജും 10% വൈദ്യുതി ഡ്യൂട്ടിയും കണക്കാക്കുമ്പോൾ ഇതിലും കൂടും. അതേസമയം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ ദീർഘകാല കരാർ റദ്ദാക്കി അഴിമതിക്ക് ശ്രമിച്ചതാണ് ബോർഡിനുണ്ടായ അധിക ബാധ്യതയ്ക്ക് പ്രധാന കാരണം. യൂണിറ്റിന് 4 രൂപ 26 പൈസയ്ക്ക് 465 മെഗാവാട്ട് വൈദ്യുതി 7 വർഷമായി വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് 6.5 മുതൽ 12 രൂപ വരെ നൽകേണ്ടി വന്നത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ച സർക്കാർ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയും പകൽക്കൊള്ളയുമാണെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും വൈദ്യുതി ബോർഡിന് ഉണ്ടാക്കിയ ബാധ്യതയാണ് നിരക്ക് വർധനവിലൂടെ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് മേൽ കെട്ടിവെച്ചിരിക്കുന്നത് എന്നാണ് VD സതീശൻ പറഞ്ഞതിനെതിരെ വലിയ പ്രക്ഷോഭമാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്.